Hi Cadets and welcome back to my channel. Cadets, നിങ്ങളും 2026 ഇന്ത്യൻ ആർമി റാലിയുടെ എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികളാണോ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളും എക്സാം അറ്റൻഡ് ചെയ്ത് കേഡറ്റ് ആണെങ്കിൽ രണ്ട് കാര്യം എന്തായാലും സംഭവിച്ചു കാണും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ എക്സാം പാസ്സായി കാണും, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ എക്സാം ഫെയിലായി കാണും. ഈ രണ്ട് കൂട്ടരും എന്തായാലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, എക്സാം എന്തായാലും എഴുതി കഴിഞ്ഞ് പാസ്സായി അല്ലെങ്കിൽ ഫെയിലായി എത്ര മാർക്കാണ് എനിക്ക് ലഭിച്ചത് എന്നതിനെക്കുറിച്ച്. എങ്കിൽ കുട്ടികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് എത്ര മാർക്കാണ് ലഭിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RTA ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും എങ്ങനെ വളരെ സേഫായിട്ട് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് റിപ്ലൈ ലഭിക്കുന്ന രീതിയിൽ RTA എങ്ങനെ ഫയൽ ചെയ്യാം എന്നതിനെക്കുറിച്ച്. കുട്ടികളെ, നിങ്ങളും ആർമിയുടെ എക്സാം എഴുതിയൊരു കേഡറ്റ് ആണെങ്കിൽ, നിങ്ങൾ എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ എത്ര മാർക്കാണ് സ്കോർ ചെയ്ത് എന്നതിനെക്കുറിച്ച്. അതേപോലെ തന്നെ നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന്. അതിനുവേണ്ടി ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, RTA ഫയൽ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ആർമി റാലിയുടെ എക്സാം എഴുതിയ കുട്ടികളാണെങ്കിലും പാസ്സായവരാണെങ്കിലും ഫെയിൽ ആയവരാണെങ്കിലും നെക്സ്റ്റ് ആർമി റാലിക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, അതായത് വേറെ ഏതെങ്കിലും രീതിയിൽ ഡിഫൻസ് റിലേറ്റഡ് നിങ്ങൾക്ക് RTA ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾക്ക് പ്രോസസ്സ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നവരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റിസൾട്ട് വന്ന ഉടനെ തന്നെ ഞാൻ ലൈവിൽ വന്നപ്പോൾ മിക്ക കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സർ എനിക്ക് മാർക്ക് എത്രയാണെന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ച്. കുട്ടികളെ, എക്സാം റിസൾട്ട് വന്നതിന് ശേഷം മാക്സിമം 3 ഡേയ്സിന് ശേഷം മാത്രമേ നിങ്ങൾ RTA ഫയൽ ചെയ്യാവുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ലഭിക്കത്തുള്ളൂ. അതേപോലെ തന്നെ വേറൊരു ഡൗട്ടാണ് മിക്ക കുട്ടികൾക്കുള്ള, എത്ര ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് വരും എന്നതിനെക്കുറിച്ച്. അതായത് RTA ഫയൽ ചെയ്താൽ മാക്സിമം എത്ര ദിവസം എടുക്കും റിപ്ലൈ വരാൻ എന്നതിനെക്കുറിച്ച്. കുട്ടികളെ, മിനിമം 5 to 10 days, മാക്സിമം 60 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും. എങ്ങനെയായിരിക്കും അറിയാൻ പറ്റുന്ന പല മെത്തേഡുണ്ട്. നിങ്ങളുടെ മെയിലിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ബൈ ലെറ്റർ വരുന്നതായിരിക്കും, AROയിൽ കൂടി നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും. ഈ പ്രോസസ്സിൽ കൂടി വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം RTA എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച്. ആർമി റാലി 2026 RTA എങ്ങനെ ഫയൽ ചെയ്യുക? നിങ്ങൾ പാസ്സാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ ഫെയിൽ ആണെങ്കിലും എല്ലാവർക്കും ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന്. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് RTI.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ഈ ആദ്യം വരുന്ന ഈ ഒരു ലിങ്കിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് RTA ഓൺലൈൻ, അതേപോലെ ഹോം, സബ്മിറ്റ് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ. ഈ സബ്മിറ്റ് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ താഴോട്ട് പേജ് വരുന്നതായിരിക്കും കേട്ടോ. ഈ പേജിൽ നിങ്ങൾ പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒത്തിരി പോയിന്റുകളുണ്ട്. ഈ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ RTA ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതൊക്കെ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യണം, സബ് ക്യാരക്ടേഴ്സ് എന്തൊക്കെ നിങ്ങൾ ആഡ് ചെയ്യണം, ഏതൊക്കെ ആഡ് ചെയ്യരുത് എന്നീ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. അതായത് നോട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുമ്പോൾ, അതായത് നിങ്ങളുടെ റിക്വസ്റ്റ് എന്താണ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ, ആ റിക്വസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ കോമ യൂസ് ചെയ്യാമോ, ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യാമോ, ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ആ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. താഴോട്ട് നിങ്ങൾ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതേ ഒരു ബോക്സ് കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ ആഡ് ചെയ്യണം. ഏത് ഇമെയിൽ ID ആണെന്ന് അറിയാം കുട്ടികളെ? ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ നിങ്ങൾ ആഡ് ചെയ്ത മെയിൽ ID ആണ് നിങ്ങളിവിടെ പരമാവധി ആഡ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മെയിൽ ID നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മൊബൈൽ നമ്പറും ആർമിയുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങൾ ആഡ് ചെയ്യുക. അതില്ലാന്നുണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്തതിന് ശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. പിന്നെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. നിങ്ങളുടെ മെയിൽ IDയിൽ ഒരു OTPയും സെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരും. നിങ്ങളുടെ മെയിൽ IDയിൽ വന്ന OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതായത് ഈ ഒരു പേജ് വരുന്നതായിരിക്കും. ഇവിടെയാണ് നിങ്ങൾ ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ കുട്ടികളെ. ഇതൊരു ഫുൾ പേജാണ്. 3 സ്ലൈഡിലായിട്ടാണ് ഈ ഒരു ഞാൻ പേജ് ഇട്ടേക്കുന്നത്. പേജ് നിങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഈ പേജിൻ്റെ താഴെ തന്നെ വരുന്ന നെക്സ്റ്റ് അപ്ഡേറ്റ് ആണ് ഇതിന് താഴെ വരുന്നതാണ് ഇത്. ഈ മൂന്നും കൂടെ ചേർന്നിട്ട് ഒരൊറ്റ പേജായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഈ ഒരൊറ്റ പേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ കുട്ടികളെ. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ അയക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു റിപ്ലൈ നിങ്ങൾക്ക് ലഭിക്കത്തില്ല, ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഫില്ല് ചെയ്യേണ്ടതെന്ന്. നോക്കൂ കുട്ടികളെ, ഇതാണ് ആ ഒരു പേജ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പേജ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ കാര്യങ്ങളും. ഇവിടെ നോക്കൂ, ഇവിടെ സെലക്ട് മിനിസ്ട്രി, ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പെക്സ് ബോഡി എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിന് ഓപ്പോസിറ്റായിട്ട് സെലക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ കണക്ക് ഒത്തിരി ഓപ്ഷൻസ് വരും. ഇവിടെ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലാവുന്നതായിരിക്കും. നോക്കൂ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം സെലക്ട് പബ്ലിക് അതോറിറ്റി. ഇവിടെ നിങ്ങൾ ഒരിക്കലും മിസ്റ്റേക്ക് കാണിക്കരുത്, ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ വേറെ ഏതെങ്കിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിക്വസ്റ്റ് അങ്ങോട്ടായിരിക്കും പോകുന്നത്. അവിടുന്ന് പിന്നെ അത് റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിടത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ്, പബ്ലിക് അതോറിറ്റി എന്നിടത്ത് സെലക്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. സെലക്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അത് നിങ്ങൾ ടിക്ക് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായാലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, പിന്നെ മൊബൈൽ നമ്പർ, അതിനുശേഷം മെയിൽ ഐ ഡി ഒന്നുകൂടെ നിങ്ങളിവിടെ കൺഫേം ചെയ്യണം. നിങ്ങളുടെ നെയിം ഇവിടെ മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ ജെൻഡർ ഇവിടെ മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ ആധാർ കാർഡിലുള്ള RTA ഫയൽ ചെയ്യാൻ പോകുമ്പോൾ 3 ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഫസ്റ്റാണ് ആധാർ കാർഡ്, സെക്കൻഡാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, അതായത് എക്സാം എഴുതാൻ കൊണ്ടുപോയി അഡ്മിറ്റ് കാർഡ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. മൂന്നാമത്തേതാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ RTA ഫയൽ ചെയ്യുമ്പോൾ. കേട്ടോ കുട്ടികളെ? ഇനി ഇതിന് താഴെയുള്ള നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫില്ലിംഗ് അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, ഇവിടം വരെ നമ്മളിപ്പോൾ ഫില്ല് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ആണ് പിൻകോഡ്, നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യണം. കൺട്രി ഇന്ത്യ, സ്റ്റേറ്റ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം സ്റ്റാറ്റസ് റൂറലാണോ അർബൻ ആണോ ഏതാണോ വെച്ചാൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം കറക്റ്റായിട്ട്. എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ലിറ്ററേറ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ബിലോ 12th സ്റ്റാൻഡേർഡ്, അതായത് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായ ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ബിലോ 12th സ്റ്റാൻഡേർഡ് മെൻഷൻ ചെയ്യണം. +2 പാസ്സാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫോൺ നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ ഫോൺ നമ്പർ ആഡ് ചെയ്യണം. അതിനുശേഷം താഴോട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, ഇവിടെ ഇന്ത്യൻ എന്ന് ടിക്ക് ചെയ്യണം. പിന്നെ ഇസ് ദ ആപ്ലിക്കൻ ബിലോ പോവർട്ടി ലൈൻ, അതായത് നിങ്ങളുടെ കയ്യിൽ BPL കാർഡാണ് ഉള്ളതെങ്കിൽ നിങ്ങളിവിടെ സെലക്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എസ് എങ്കിൽ എസ് എന്ന് കൊടുക്കണം. എസ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ ഇതിൻ്റെ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. അതായത് RTA ഫയൽ ചെയ്യുമ്പോൾ 10 rupees ഫീസ് ആവുന്നതാണ്, അത് അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ BPL കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ നോ എന്ന് മെൻഷൻ ചെയ്യണം. കേട്ടോ? നോ എന്ന് മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഒരു ബോക്സ് കാണും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ റിക്വസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ ടൈപ്പ് ചെയ്ത് എന്താണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യാൻ പാടില്ല. ഇനി ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു കോപ്പി മാത്രമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് ആഡ് ചെയ്ത്, മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഫോർമാറ്റിലും നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ എക്സാമ്പിൾ എന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നോക്കൂ കുട്ടികളെ, ടു ദ റിക്രൂട്ടിംഗ് ഡയറക്ടർ, ആർമി റിക്രൂട്ടിംഗ് ഓഫീസ്, കാലിക്കറ്റ് ARO കേരള. ഇവിടെ TVM-AR നിങ്ങൾക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. കേട്ടോ? നിങ്ങൾ TVM-ARയിൽ പെടുന്ന ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ വിത്ത് റെഫറൻസ് ടു ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ദ അഗ്നിവീർ കോമൺ എൻട്രൻസ് എക്സാം 2026 അണ്ടർ ദ RTA Act 2025 അല്ല 2005. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? 2026 അഗ്നിവീർ കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ മാർക്ക് റിലേറ്റഡ് അപ്ഡേറ്റുകളാണ്. I, Vijay Kumar, son of Vinay Kumar, I am a permanent resident of Kozhikode district, Kerala. I appeared in the common entrance examination conducted in June 2026 under the Agniveer recruitment process 2026. The result of this common entrance examination has been declared, but neither my name nor my roll number appears in the result list. അതായത് റോൾ നമ്പറിൽ, അതായത് റിസൾട്ട് വന്ന അതിനകത്ത് എൻ്റെ റോൾ നമ്പർ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെയാണെന്ന് താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. കൈൻഡ്ലി പ്രൊവൈഡ് ദ ഫോളോവിങ് ഇൻഫർമേഷൻ അണ്ടർ ദ RTA Act 2005. ഞാൻ എക്സാം എഴുതി, പക്ഷേ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റോൾ നമ്പർ ആ ഒരു റിസൾട്ടിനകത്തില്ല. അതായത് ഞാൻ ഫെയിലായി. ഇനി ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. എക്സാം എഴുതിയ കേഡറ്റ് എന്ന രീതിയിൽ ആ കാര്യങ്ങളെല്ലാം അറിയിക്കണം എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ബേസ്ഡ് ഓൺ മൈ റോൾ നമ്പർ, ഹൗ മെനി മാർക്സ് ഡിഡ് ഐ ഒബ്റ്റെയിൻ ദ അഗ്നിവീർ കോമൺ എൻട്രൻസ് എക്സാം 2026. എൻ്റെ റോൾ നമ്പർ അനുസരിച്ച് 2026 കോമൺ എൻട്രൻസ് എക്സാമിൽ ഞാൻ എത്ര മാർക്കാണ് അച്ചീവ് ചെയ്തത്. നെക്സ്റ്റ്, അണ്ടർ ദ നോർമലൈസേഷൻ പ്രോസസ് ഹൗ മെനി മാർക്സ് വർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ മൈ എക്സാമിനേഷൻ ഷിഫ്റ്റ്. അതായത് നോർമലൈസേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് എൻ്റെ ഷിഫ്റ്റിൽ എത്ര മാർക്കിൻ്റെ ഇൻക്രീസ്, അതായത് ഉയർച്ചയും താഴ്ചയുമായാണ് ഉണ്ടായത്.
നെക്സ്റ്റ്, വാട്ട് വാസ് എ ക്വാളിഫയിങ് മെറിറ്റ് ഫോർ പാസിംഗ് ദ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ അണ്ടർ ദ ARO ത്രൂ വിച്ച് ഐ അപ്പിയേർഡ് ഫോർ ദി എക്സാമിനേഷൻ? അതായത് എൻ്റെ AROയുടെ കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ പാസിംഗ് സ്കോർ അല്ലെങ്കിൽ കട്ട് ഓഫ് എത്രയാണ്? എന്നീ 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അത് കറക്റ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇന്ത്യൻ ആർമിയുടെ കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ സാധാരണയായിട്ട് കട്ട് ഓഫ് അപ്ഡേറ്റ് അവരങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറില്ല. പിന്നെ ഒരു AROയുടെയും കട്ട് ഓഫും അപ്ഡേറ്റ് ചെയ്യാറില്ല. നിങ്ങളുടെ ഇൻഡിവിജ്വൽ മാർക്ക് അവർ വളരെ ക്ലിയറായിട്ട് പറയുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് അപ്ഡേറ്റ് വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ സെക്കൻഡ് ആൻഡ് തേർഡ് അപ്ഡേറ്റിന് റിസൾട്ട് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ സെൻഡ് ചെയ്തതിന് ശേഷം, അതായത് RTA സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആർക്കെങ്കിലും റിപ്ലൈ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിന്ന് ബന്ധപ്പെടുക. കാരണം നമ്മളും ഇതേ രീതിയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കും റിസൾട്ട് ലഭിച്ചിട്ടില്ല, നമുക്കും അതിൻ്റെ അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ അപ്ഡേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. എല്ലാ വർഷവും വരുമ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു കട്ട് ഓഫ് നമ്മുടെ കുട്ടികളെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അതിനുശേഷം പിന്നെ നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യേണ്ടത് നിങ്ങളുടെ നെയിം, ഫാദർ നെയിം, JIA റോൾ നമ്പർ, എക്സാം ഡേ റോൾ നമ്പർ. ഇത് രണ്ടും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ലെഫ്റ്റ് സൈഡിൽ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് JIA റോൾ നമ്പറും എക്സാം ഡേ റോൾ നമ്പറും. പിന്നെ ARO നെയിം, ZRO നെയിം, എക്സാം ഡേറ്റ് ആൻഡ് ഷിഫ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യണം. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് നിങ്ങളവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. എവിടെയാണ്? ഈ ഒരു ബോക്സിനകത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം കേട്ടോ കുട്ടികളെ. അതിനുശേഷം നിങ്ങൾക്ക് ഈ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിൽ നിന്ന് പേയ്മെൻറ്റ് കട്ടാവുന്നതായിരിക്കും. അതായത് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നതായിരിക്കും. പേയ്മെൻറ്റ് കട്ടായതിനു ശേഷം പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഇതിൻ്റെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ. 2026-27 എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻ്റ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റേജ് 2ൻ്റെ SRT ആൻഡ് GDയുടെ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ന്യൂ ബാച്ചിൻ്റെ അപ്ഡേറ്റ് ആണ് ഇവിടെ ഞാൻ പറയുന്നത്. ആദ്യം 2950 എയർഫോഴ്സ് Y, X ആൻഡ് MAയുടേതാണ് 4950. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ഡെയിലി ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഫുൾ സിലബസ് അപ്ഡേറ്റഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. എയർഫോഴ്സ് Xൻ്റെയും അതേപോലെ തന്നെ Yയുടെയും മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എക്സാം നിങ്ങളുടെ വരാൻ പോകുന്നത് സെപ്റ്റംബർ 22-23-നാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. സിലബസ് അനുസരിച്ച് പഠിച്ചു പോയാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ തവണ തന്നെ സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ കുട്ടികളെ. നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും നമ്മുടെ അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. എക്സാം ഡേറ്റ് സെപ്റ്റംബർ 22-ആണ്. മറക്കരുതാരും. നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോവുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.